ഇത് നമ്മുടെ പത്രോസാണ്. പത്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വറീധർമ്മ ചേട്ടൻ്റെ വള്ളത്തിലെ മൂന്നാമതൊരു സ്രാവ് കൊണ്ടുവന്നില്ലേ, അതിലെ ഒരു പണിക്കാരനാണ്. അപ്പോൾ പുള്ളി ആ സ്രാവ് എങ്ങനെയാണ് ഇവർക്ക് കിട്ടി, ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ കറക്റ്റ് ഒരു ഡീറ്റെയിൽ നമ്മുടെ വിഴിഞ്ഞം ആ ശൈലിയിൽ പുള്ളി പറഞ്ഞു തരും. ആ പത്രോസ് നമ്മളെ വറീധർമ്മ ചേട്ടൻ്റെ വള്ളത്തിൽ സ്രാവ് കിട്ടിച്ചില്ലേ, അപ്പോൾ അന്ത സ്രാവ് എങ്ങനെ നിങ്ങൾ കിട്ടിച്ച് അന്ത വേള നമ്മളെ കൂട്ടുകാരങ്ങളോടൊന്ന് ചൊല്ലിക്കൊടുക്കും. മായകൗട്ട് അതല്ലേ, മായകൗട്ട് ചൂരടി ചൂരേരി മായകൗട്ട് അത് ചൂരട്ടി ചൂരട്ടി ആദ്യം മട്ട് വെച്ചാളിയാ മട്ട് വെച്ചോ ചൂരേരി മട്ട് വെച്ചൊന്ന് കിടക്കാട്ടെ ഒരു 10-20 ചൂരും പാതിപ്പുര കിടന്നു. അതുകൊണ്ട് നാന്ദി അടിയാ വേറെ പാലിൽ ഓടി വീണില്ല, വേറെ പാലിൽ ഓടി വീണില്ല. അപ്പോൾ അയാൾ ഓടി ഒരു 50-60 പാലിലൂടെ മട്ട് വെച്ചിന്ന് நான் ஒரு கயிறு வைக்கல, அந்த சூரிய குறித்து வச்சாள். சூரிய குறித்து மட்டு பகுதியில் வந்து எல்லாரையும் விழியிடணும். வெள்ளம் ஒரு கறக்கம் இறங்குச்சு. கறக்கம் இறங்கி வெள்ளம் அளக்கம் ஓடி அங்கெல்லாம் போயிருந்தோமோ ஆளை கொண்டு போகணும். இன்னும் எல்லாம் 4 பேரும் ஓடி போய் கடகடகடை വലിച്ച് എടുത്ത് നിൽക്കാതെ കഴിച്ചത് എടുത്താൽ ഓടി എന്നാലും പിടിച്ചു നിർത്തി അങ്ങനെ കഷ്ടപ്പെട്ട് മട്ട അറുത്ത് വിട്ട് മുടയും കെട്ടുവിട്ട് മട്ട് തെളിയെ പോയാച്ച് വട്ടയിൽ പോയാച്ച് അങ്ങനെ ഓട വിട്ട് എടുത്ത് ഒരു 2-3 മണിക്കൂറാച്ച് മീൻ വലവിട്ട് പോയി അങ്കിളൊക്കെ ഒരു മുറകൾ ഇങ്ങി പോവേ എങ്ങനെയോ മാതാവി അന്തോനിയാരെ വിളിച്ച് എങ്ങനെയോ മീൻ വന്ന് പത്ത വന്ന് എല്ലാം കഷ്ടം ആളൊക്കെ വേർത്ത് തളർന്നെല്ലാം തീർന്നു. അങ്ങനെ എങ്ങനെയോ റോപ്പ് പോയിച്ചെല്ലാം തലയിൽ പൂട്ട് കളത്തിൽ പൂട്ടെല്ലാം ഇട്ടെടുത്ത് ആ തലവെള്ളത്തിന് കെട്ടിവെച്ച് ഓടി മട്ട തൂക്കാൻ പോയി. ഇപ്പോൾ കളഞ്ഞ മട്ട കെട്ടിയിട്ടില്ല, മട്ടത്തേടി പോയി. മട്ട അടിച്ചു വാങ്ങുന്നില്ല, 40 വാങ്ങി കിടക്കുന്നു. അങ്ങനെ മട്ടത്തേടി പോയി. അത് അങ്ങനെ പോയി നമുക്ക് മട്ട കിട്ടി. ആ മട്ട കിട്ടിയപ്പോൾ മട്ട വലിച്ചെടുത്ത് ഈ 4 എണ്ണമായിട്ട് കഷ്ടപ്പെട്ട് കരഞ്ഞ് വിളിച്ച് ഇഞ്ചിനെല്ലാം കടത്തിയെടുത്തിട്ട് ഈ 4 രൂപയായിട്ട് പാടുവിട്ട് തൂക്കി വെള്ളത്തിലിട്ടു. വേറെ വള്ളക്കാരെ കൂട്ടൊന്നും ഇല്ല വിളിച്ചില്ല. സാധാരണ നമ്മൾ വിളിഞ്ഞം കടപ്പുറത്ത് സ്രാവ് കൊണ്ടുവരുന്ന എല്ലാ വള്ളക്കാരങ്ങളുമേ വേറെ ഒരു വള്ളത്തെ ഞങ്ങള് വയർലെസ് ഉണ്ടെങ്കിൽ നമ്മ അളിയനെ വിളിച്ചു പോകും. മനസ്സിലാക്കി വയർലെസ് ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ നമ്മ എങ്ങനെയാണോ വിളിക്കാൻ? അപ്പൊ ആരും വന്നില്ല. അപ്പൊ വള്ളത്തിൽ ഇഞ്ചിനെ കടത്തി വെച്ച് കടവള്ളത്താരെ 4 പേർക്ക് സ്രാവ് വലിച്ച് കേത്ത് ഒക്കിച്ച്. അപ്പൊ അന്ത സ്രാവ് നിങ്ങൾക്ക് എത്ര കിലോ അന്ത സമയം വരുമെന്ന് തോന്നിച്ച്? ഒരു 250-300 കിലോ വരുമെന്ന് തോന്നും. നമ്മളെ വിളിഞ്ചം കടപ്പുറത്ത് എത്ര രൂപ വെച്ചാൽ അത് വില പോച്ച്? വില 78,000 രൂപ. അപ്പൊ ഇനി നാളെ ഇപ്പൊ തിങ്കളാഴ്ച നിങ്ങൾ പണിച്ച് പോണി, അപ്പൊ എന്നെ പണിച്ച് പോണി? ഇനി മട്ട് പണിയോ പൊള്ളൽ പണിയോ ചെയ്യുമോ? പണി ഉണ്ടെങ്കിൽ നേരത്തെ വരുമോ? അപ്പൊ സ്രാവ് വേണ്ടി കയറൊന്നും വെച്ചല്ലേ? ഇല്ല, പണിയെ കണ്ട് നമുക്ക് 1000 രൂപ പങ്ക് കിട്ടണ നമുക്ക് കര വരാം. അല്ലെങ്കിൽ നമ്മൾ മട്ട് പണി ചെയ്തിട്ട് ഒരു കയർ വെച്ച് അതില് സ്രാവ് ഉണ്ടെങ്കിൽ കിട്ടണ അതൊരു ഭാഗ്യം. അപ്പൊ ഏതായാലും നാളെ തിങ്കളാഴ്ച നിങ്ങൾക്ക് പണിച്ച് പോണി. അപ്പൊ ദൈവം അനുഗ്രഹിച്ചു ഒരു സ്രാവ് കൂടെ കിട്ടോട്ടി എന്താ വർഷം. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരുപാട് കൂട്ടുകാരൊക്കെ വരുന്ന ടൈമിന് നമ്മുടെ വിഴിഞ്ഞത്തെ ആൾക്കാർ സംസാരിക്കുന്ന ഒരു ശൈലിയുണ്ട്, നമ്മുടെ കടപ്പുറ രീതി. ആ രീതിക്കാണ് നമ്മുടെ പത്രോസ് നമ്മുടെ കൂട്ടുകാരോട് സംസാരിച്ചത്. പുള്ളി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മൂന്നാമത് കൊണ്ടുവന്ന അച്ചിനി സ്രാവ് നമ്മുടെ വറീധർമ്മ ചേട്ടന്റെ വള്ളത്തിലെ ഒരു പണിക്കാരനായിരുന്നു. അന്ന് എത്ര ആള് പണിച്ചു വെച്ച്? 4 ആളിൽ ഒരാളാണ് നമ്മുടെ പത്രോസ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ കടപ്പുറ രീതിക്ക് സംസാരിക്കാൻ ഈ മലയാളം നേരാണ് സംസാരിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നമ്മുടെ കൂട്ടുകാരോട് സംസാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബായ് പറ. നമ്മുടെ കൂട്ടുകാരെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയട്ടെ. നമ്മുടെ കൂട്ടുകാരെല്ലാം പ്രാർത്ഥിക്കണം നമ്മുടെ പത്രോസിന്റെ വള്ളത്തിൽ, വറീധർമ്മ ചേട്ടന്റെ വള്ളത്തിൽ ഒരു സ്രാവ് കൂടെ കിട്ടാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ബായ് പറ. ഓക്കെ.